ജഗ്മന്ദിറൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ സിറ്റി പാലസിലേക്ക് തിരിച്ചു. നമ്മൾ ലേക്ക് പിച്ചോളയിലൂടെ തന്നെ സിറ്റി പാലസിലേക്ക് പോവാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പോകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വരുമ്പോഴും ഭംഗിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സിറ്റി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട എൻട്രൻസ്. വളരെ പഴക്കമുള്ള ഒരു പാലസാണിത്. 500 വർഷത്തോളം പഴക്കമുണ്ട് ഈ പാലസിനെന്നാണ് പറയണത്. പക്ഷെങ്കിൽ എത്ര പഴക്കമുണ്ടായാലും ഈ പാലസിൻ്റെ ഭംഗി അതുപോലെ തന്നെ ഇന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ ഉള്ളിൽ കയറാതെ പുറത്ത് നിന്ന് തന്നെ അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പുറത്തുനിന്ന് പാലസ് കാണാൻ വളരെ അടിപൊളിയാണ്. കൂടാതെ തന്നെ ഭയങ്കര വലിപ്പമാണ് കേട്ടോ. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കാൻ കുറച്ച് പാടുപെടും. നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടി വരും. കാരണം അത്രയും ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട് നമ്മുടെ ഈ സിറ്റി പാലസ്. നല്ല ഒരു ആർക്കിടെക്ചറാണ് സിറ്റി പാലസിൻ്റേത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല മ്യൂസിയമാണ് കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാരുടെ ഹിസ്റ്ററി. ഈ കാണുന്നത് അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച വാറിന് വേണ്ടിയിട്ടും ബാറ്റിൽസിനൊക്കെ ഉപയോഗിച്ച വാളുകളും പരിചയവും പിന്നെ മറ്റായുധങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. അതായത് ഗണ്ണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൺസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെറുതും വലുതും. ഇതൊക്കെ കാണുമ്പോൾ ഇത്രയൊക്കെ വെറൈറ്റീസ് ഓഫ് ഗണ്ണ് ഇവിടെ അവൈലബിൾ ആണോ എന്ന് കൂടി നമ്മളൊന്ന് ചിന്തിച്ചു പോകും. കാരണം നമ്മളധികം ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ പിന്നെ ഇതിലധികം പരിചയമില്ലാത്തവരാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇത്രയൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ഒരു റൂമാണ്. റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു ബാൽക്കണി ഏരിയ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റൂമാണ്. വളരെ ചെറിയൊരു റൂമാണ്, പക്ഷെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് അവിടുത്തെ 2ാമത്തെ നിലയിലുള്ള ഒരു പൂന്തോട്ടമാണ്. അന്നത്തെ കാലത്തൊക്കെ 2ാമത്തെ നിലയിൽ അങ്ങനെ ഒരു പൂന്തോട്ടം മരങ്ങളൊക്കെ ആയിട്ട് വെക്കുന്നത് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. ഇതൊരു ശീഷ് മഹലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്തൊക്കെ ഇതുപോലെയുള്ള ഭംഗിയുള്ള റൂമുകളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കണ്ടില്ലേ ഈ ആർക്കിടെക്ചറൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് ഈ കൊത്തുപണികളും ഓരോ ശില്പമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കൊട്ടാരം മുഴുവൻ നടന്നു കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. നടന്നിട്ടും അല്ലെങ്കിൽ കണ്ടിട്ടും തീരണുണ്ടായില്ല. ഭയങ്കര അത്ഭുതം തോന്നി. എങ്ങനെയാണ് അന്നത്തെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും അടിപൊളിയായിട്ട്, ഇന്നത്തെ കാലത്തുള്ള ഒരു ടെക്നോളജി ഇല്ലാതെ ഇത്രയും അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചതെന്ന് ഭയങ്കര അത്ഭുതം തോന്നും നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെങ്കിൽ. പാലസിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയത് ഇതിനടുത്തുള്ള ജഗദീഷ് ടെമ്പിളാണ് കേട്ടോ. ഈ ടെമ്പിളും ഭയങ്കര അത്ഭുതം തോന്നിക്കുന്ന ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. നല്ല അടിപൊളി കൊത്തുപണികളാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇന്നത്തെ പോലത്തെ ടെക്നോളജി ഒന്നും ഇല്ലാതെ അന്നത്തെ കാലത്ത് ഇത്രയും പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിയതിന് ശേഷം നമ്മൾ അതിനടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കച്ചോരി വെക്കുന്ന ഷോപ്പിലാണ് പോയത്. വളരെ ഇടുങ്ങിയ ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വരുന്നത്. നല്ല ജ്വല്ലറീസൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വള മാലകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് കേട്ടോ ഗാംഗൂർ ഘട്ട്. യേ ജവാനി യേ ദിവാനി പിന്നെ ധഡക് അങ്ങനെയുള്ള മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ആർക്കിടെക്ചർ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പ്രാവുകളുണ്ടാവും. നിങ്ങൾക്കിതിന് തീറ്റയൊക്കെ കൊടുക്കാം കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അവിടെ തന്നെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. സൺസെറ്റും ആ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ലേക്ക് പിച്ചോളയിലുള്ള സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇതേ ആ കാണുന്നത് നമ്മളുടെ താജ് ലേക്ക് പാലസ് തന്നെയാണ്. അങ്ങനെ നല്ല അടിപൊളി ഒരു സൺസെറ്റ് അവിടുത്തെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മടങ്ങി.